മേപ്പാടി ചൂരൽമല ദുരന്തബാധിതരുടെ കടബാധ്യത ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാർ. മന്ത്രിസഭാ യോഗ തീരുമാനപ്രകാരം 555 കുടുംബങ്ങളുടെ 1620 വായ്പകൾ സർക്കാർ ഏറ്റെടുക്കും. 18 കോടിയിലധികം രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ വരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ കേരളം മുട്ടുമടക്കില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 18 കോടി 75 ലക്ഷത്തി 69,037 രൂപ 90 പൈസ എന്ന അവിടെ നിന്ന് ലഭ്യമായ കടങ്ങൾ പൂർണ്ണമായിട്ടും എഴുതി തള്ളുക എന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ളത്. 555 കുടുംബങ്ങളുടെ 1620 വായ്പകളാണ്. ആ പണം പൂർണ്ണമായിട്ടും സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് വയനാട് ചൂരൽമല ദുരന്തത്തിൻ്റെ ദുരന്തബാധിതരായിട്ടുള്ള മുഴുവൻ പേരുടെയും വായ്പയുമായി ബന്ധപ്പെട്ട കടങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയാണ്. വിവിധ ഘട്ടങ്ങളിലായി പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുടുംബങ്ങളുടെ വായ്പകൾ മറ്റൊരു ഗുണഭോക്തൃ പട്ടികയിലും ഉൾപ്പെടാത്ത എന്നാൽ ദുരന്തത്തിൽ മരണപ്പെട്ട വ്യക്തികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും വായ്പകൾ, വാണിജ്യ സ്ഥാപനങ്ങളിലെ വാടകക്കാരായ വ്യാപാരികളുടെ വായ്പകൾ, വാണിജ്യ കെട്ടിട ഉടമകളായ വ്യാപാരികളുടെ വായ്പകൾ, വാണിജ്യ കെട്ടിട ഉടമകൾ മാത്രമായവരുടെ വായ്പകൾ തുടങ്ങി 6 മേഖലകളിൽ ഉൾപ്പെട്ട ആളുകളുടെ കടബാധ്യതയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. വയനാട് ജില്ലാ കളക്ടറിൽ നിന്നും ലഭിച്ച റിപ്പോർട്ട് പ്രകാരം 18 കോടി 75 ലക്ഷത്തി 69,037 രൂപ 9 പൈസയാണ് കുടിശ്ശിക ഇനത്തിൽ വരുന്നത്. ഇതിൽ 10 ലക്ഷം വരെയുള്ള വായ്പാ ബാധ്യതയും 10 ലക്ഷത്തിന് മുകളിലുള്ള വായ്പാ ബാധ്യതയും ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ 10 ലക്ഷം വരെയുള്ള വായ്പാ ബാധ്യത 16 കോടിയിലധികവും 10 ലക്ഷത്തിന് മുകളിലുള്ള വായ്പാ ബാധ്യത 1 കോടിയിലധികവുമാണ് വരുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നാണ് ഈ തുക കണ്ടെത്തുക. ആകെ ലോണുകളുടെ എണ്ണം 1620 ആണ്. ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളാൻ പ്രധാനമന്ത്രിയോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് മന്ത്രി കെ രാജൻ. കേരളത്തോടുള്ള പകപോക്കലാണിതെന്നും ചൂരൽമലയിലെ മനുഷ്യരോടുള്ള കണ്ണിൽ ചോരയില്ലാത്ത നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നതെന്നും അതിന് കേന്ദ്രം ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ടെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.